الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم وما كان المؤمنون لينفروا كافة فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ മുത്തഖീങ്ങളായി തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. ഇമാം ബുഖാരി തന്റെ അൽ അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും അതുപോലെ ഇമാം നസായി തുടങ്ങിയിട്ടുള്ള ഹദീസ് പണ്ഡിതന്മാര് അവരുടെ ഹദീസ് ഗ്രന്ഥത്തിലുമൊക്കെ രേഖപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. തൊട്ടിലിൽ നിന്ന് സംസാരിച്ച കുട്ടികളെപ്പറ്റി. അത് 3 കുട്ടികളാണ് എന്നാണ് ആ ഹദീസ്. 7 വരെ എന്ന അഭിപ്രായങ്ങളുണ്ട്. അതൊരു മുഅ്ജിസത്താണ്. അല്ലാഹു ചിലർക്ക് നൽകുന്ന അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളിലൂടെ സംഭവിച്ചതാണ്. ഒന്ന് ഈസാ നബിയാണ് തൊട്ടിൽ നിന്ന് സംസാരിച്ചത്. മറ്റൊന്ന് സാഹിബു ജുറൈജ് എന്ന് പറയും. അതൊരു ദീർഘമായ കഥയാണ്. അതിലങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട്. മറ്റൊന്ന് ബനു ഇസ്രായേലിലുള്ള ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ കുട്ടിക്ക്, തന്റെ മടിയിലിരിക്കുന്ന ആൺകുട്ടിക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു കുതിരപ്പുറത്ത് ഒരു സുമുഖനും സുന്ദരനുമായിട്ടുള്ള നല്ലൊരു യുവാവ് അങ്ങനെ സഞ്ചരിക്കാൻ. ആളുകളൊക്കെ അത്ഭുതത്തോടുകൂടി അവനങ്ങനെ കാണുമ്പോ വലിയ സന്തോഷത്തോടു കൂടി ആളുകളൊക്കെ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കുന്നുണ്ട്, എതിരേൽക്കുന്നുണ്ട്. അപ്പൊ ഈ തള്ള പറഞ്ഞു, പടച്ചോനെ എന്റെ കുട്ടീനെ ഇങ്ങനെ ആക്കണേന്ന് പറഞ്ഞു. അവനെ പോലെ സുന്ദരനും സുമുഖനായിട്ട് ആളുകളുടെ അംഗീകാരം കിട്ടുന്ന ഒരാളാക്കി മാറ്റണേ. അപ്പൊ ആ കുട്ടി പാല് കൊടുക്കൽ നിർത്തിയിട്ട് ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽനി മിസ്ലഹു, പടച്ചോനെ ഇവനെ പോലെ എന്നെ ആക്കരുതേ എന്ന് പറഞ്ഞു എന്നാണ്. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ ഒരു പെണ്ണിനെ എല്ലാവരും കൂടി മർദ്ദിച്ച് അവശയാക്കുന്നതാണ് ഈ ഉമ്മ കണ്ടത്. അപ്പോഴും ഉമ്മ പ്രാർത്ഥിച്ചു, പടച്ചോനെ എന്റെ കുട്ടിയെ ഈ പെണ്ണിനെ പോലെ ആക്കരുതേ. അപ്പോഴും കുട്ടി പാലുകുടി നിർത്തിയിട്ട് പറഞ്ഞു, എന്നെ ഇവളെ പോലെ ആക്കണേ എന്ന് പറഞ്ഞു. പിന്നീട് അതിന്റെ വിശദീകരണം, മറ്റേ ആള് കാഴ്ചക്ക് വലിയ മാന്യനായിരുന്നെങ്കിലും അദ്ദേഹം വളരെ മോശപ്പെട്ട ഒരാളായിരുന്നു എന്ന്. രണ്ടാമത് കണ്ട ഈ പെണ്ണ്
പ്രത്യക്ഷത്തിൽ മോശമായിരുന്നു എന്ന് ആളുകൾ ആരോപിച്ചു എങ്കിലും വളരെ നല്ല ഒരു പരിശുദ്ധയായ സ്ത്രീയായിരുന്നു അത് എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളൊക്കെ രക്ഷിതാക്കളാണ്. പലരുടെയും പഠിപ്പും വിദ്യാഭ്യാസവും നടത്തവും ഇരുത്തവും ജോലിയും ഒക്കെ കാണുമ്പോ നമ്മൾ വിചാരിക്കും അങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ ആവണം. ചിലത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെ നമ്മുടെ കുട്ടികളൊന്നും ആകരുതേ. യഥാർത്ഥത്തിൽ അതൊക്കെ ചില പുറംപൂച്ചുകളായിരിക്കാം. സത്യത്തിൽ യാഥാർത്ഥ്യവുമായി ഈ കാണുന്നതൊന്നും ഒരു ബന്ധവും ഉണ്ടാവുകയില്ല എന്ന് പഠിപ്പിക്കാനാണ് ഈ ഹദീസ്. പുറമെ നമ്മൾ ചിലതൊക്കെ കാണും, അങ്ങനെ നമ്മളും വിചാരിക്കും. നമ്മൾ അങ്ങനെ ആകാൻ ശ്രമിക്കും, അതോടെ നമ്മൾ പരാജയപ്പെടും. പല അനുഭവങ്ങളും അങ്ങനെയാണ്. നമുക്കറിയാലോ, സോഷ്യൽ മീഡിയകളൊക്കെ എടുത്തു നോക്കിയാൽ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലൊക്കെ അതിലൊക്കെ ചിലരിങ്ങനെ ഭാര്യാഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചില വർത്തമാനങ്ങളും ബഡായികളും ഇന്നത്തെ ഭാഷയെ പറഞ്ഞ തള്ളുകളൊക്കെ ഇങ്ങനെ നടത്തുന്നത് കാണും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിലെ, ചില പൊട്ടന്മാർ അങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇതൊക്കെ തന്നെയാണ് യാഥാർത്ഥ്യം എന്ന്. പക്ഷെ അവരുടെ റിയൽ ലൈഫിലേക്ക് പോയാൽ, ഈ അടുത്ത് അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിരുന്നു. ഇത്തരം അഭിനേതാക്കളുടെ റിയൽ ലൈഫിലേക്ക് പോയാൽ അത് കട്ടപ്പുകയിരിക്കും. അവരെ പോലെ ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരാളുണ്ടാവൂല എന്നാണ് കണ്ടെത്തല്. പലപ്പോഴും അവരുടെ ചില ജീവിത രീതികളെയും ജീവിതത്തിലെ പരാജയങ്ങളെയും മറച്ചുവെക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് തന്നെ എന്നാണ് പഠനം. ഡിഫൻസ് മെക്കാനിസം എന്നാണ് അതിന് പറയാം സൈക്കോളജി ഭാഷ. ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ മറച്ചു വെക്കാൻ നമ്മുടെ മനസ്സ് ആവിഷ്കരിക്കുന്ന ചില തന്ത്രങ്ങൾ. ഇപ്പൊ നമുക്കറിയാം, റിസൾട്ടൊക്കെ വന്നതാണ്, ഇനിയും വരാൻ കിടക്കുന്നു. +2 റിസൾട്ട്, SSLC റിസൾട്ട്. മക്കളുള്ളവരൊക്കെ ആശങ്കയിലാണ്. കുട്ടികളെ എവിടെ ചേർക്കണം? അയലോക്കത്തെ കുട്ടി ഇന്നോടത്ത് പഠിച്ച് ഉഷാറായിട്ടുണ്ട്, എന്നാ അങ്ങനെ ആക്കാം. മറ്റേ കുട്ടി ഇന്നോടത്ത് പോയിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്, എന്നാ അങ്ങനെ ആക്കണ്ട. ഈ ഒരു തള്ളയുടെ, പ്രവാചകൻ പറഞ്ഞ ആ ഒരു തള്ളയുടെ മനസ്സിലാണ് ഇന്ന് നമ്മളൊക്കെ ഉള്ളത്. പലരെയും കാണുമ്പോ അങ്ങനെ ആക്കണം എന്നും, എന്നാ ചിലരെ കാണുമ്പോ അങ്ങനെ ആക്കണ്ട എന്നൊക്കെയാണ് നമ്മുടെ മനസ്സ്. യഥാർത്ഥത്തിൽ വളരെയധികം ചിന്തിക്കേണ്ട ഒരു സമയത്താണ് ഈ സമയത്ത് നമ്മളുള്ളത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏത് വിദ്യാഭ്യാസവും മക്കൾക്ക് നൽകുകയും ചെയ്യാം. അതിനൊന്നും ദീനോ ഇസ്ലാമോ മതമോ ഒന്നും തടസ്സമല്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വിദ്യാഭ്യാസത്തിന്റെ 1/4 ഭാഗം മാത്രമാണ് പള്ളിക്കൂടങ്ങളിൽ നിന്ന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന്, കലാലയങ്ങളിൽ നിന്ന് ലഭിക്കാനുള്ളത് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. വിദ്യാഭ്യാസ വിചക്ഷണര്, പണ്ഡിതന്മാര് 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പള്ളിക്കൂടത്തിൽ നിന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസം, 4ൽ 1 മാത്രമേ അതുള്ളൂ. രണ്ടാമതായി വിദ്യാഭ്യാസം ലഭിക്കേണ്ടത് രക്ഷിതാക്കളിൽ നിന്നും, കുടുംബക്കാരിൽ നിന്നും, ബന്ധുമിത്രാദികളിൽ നിന്നുമാണ്. അവരിൽ നിന്നാണ് ഒരുപാട് പഠിക്കാനുള്ളത്. പിന്നെ വിദ്യാഭ്യാസം ലഭിക്കേണ്ടത് ചില സാഹചര്യങ്ങളിൽ നിന്നാണ്. അതും വിദ്യാഭ്യാസം, ചില സാഹചര്യങ്ങളിൽ നിന്ന് അറിവ് നേടും. 10 കൊല്ലം ഒരു കോളേജിൽ ഇംഗ്ലീഷ് പഠിച്ചവനേക്കാളും നന്നായി സംസാരിക്കും 1 വർഷം ഒരു ഇംഗ്ലീഷുകാരന്റെ കൂടെ വെപ്പേരനായി ജീവിച്ച ഒരാള്. അറബി നാട്ടിൽ പോയിട്ട്
അവിടുത്തെ അറബിയുടെ കുക്കുമാര് ഇവിടുത്തെ അഫ്ദൽ ഉമ്മക്കാരേക്കാൾ ഏറെ നന്നായിട്ട് അറബി സംസാരിക്കും. അറബികളെ കണ്ട അറബി മാഷന്മാരൊക്കെ ചിലപ്പോൾ ഓടി ഒളിക്കും, അങ്ങോട്ട് പറയാൻ വയ്ക്കൂല, ഓല് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. എന്നാ അവിടെ ജോലി ചെയ്യണ ഒന്നും പഠിക്കാത്ത ഉസ്താദ് എന്നറിയപ്പെടുന്ന അവിടുത്തെ ഉസ്താദ് കുക്ക് നന്നായിട്ട് ഇവരോട് സംസാരിക്കും. അതൊക്കെ സാഹചര്യങ്ങളിൽ നിന്ന് പഠിക്കുന്നതാണ്. പിന്നെ നാലാമതായിട്ടുള്ളത് അവനവൻ പഠിക്കുന്ന, അവനവനിൽ നിന്ന് തന്നെ സ്വയം പഠിക്കുന്ന അറിവാണ്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും തൊട്ടറിഞ്ഞും മണത്തറിഞ്ഞും ഒക്കെ പഠിക്കുന്ന പഠനമാണ്. അല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും, ഖുർആനിലായത്താണ്. നിങ്ങളുടെ ഉമ്മമാരുടെ വയറ്റിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുമ്പോ ലാ തഅലമൂന ശൈആ, നിങ്ങൾക്ക് യാതൊന്നും അറിയില്ല എന്നാണ്. ഒന്നും അറിയില്ല. അത് മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ്. ലോകത്ത് ഏത് ജീവജാലങ്ങൾക്കും അവരുടേതായ പ്രശ്നപരിഹാരത്തിനുള്ള, സുരക്ഷയ്ക്കുള്ള അറിവോടുകൂടിയാണ് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യക്കുഞ്ഞല്ലാത്ത ഏത് കുഞ്ഞിനെ നിങ്ങൾ പ്രസവിച്ച ഉടനെ വെള്ളത്തിൽ എടുത്തിട്ടാലും അത് നീന്തിക്കേറും. മനുഷ്യനെ 60 വയസ്സായ ഒരു മനുഷ്യന് നീന്താൻ പഠിക്കാത്തവനെ പിടിച്ച് വെള്ളത്തിൽ കിട്ടാൻ കയറൂല. പഠിക്കണം. അപ്പൊ അവർക്കൊക്കെ രക്ഷപ്പെടാനുള്ളത് ആടും പശുക്കളൊക്കെ നമ്മുടെ വീട്ടിൽ പ്രസവിക്കാറുണ്ട്. അവരപ്പ തന്നെ തപ്പിത്തടഞ്ഞ് പാല് കുടിക്കും. നമ്മുടെ പെണ്ണ് പ്രസവിച്ചാല്, മകള് പ്രസവിച്ചാല്, മരോള് പ്രസവിച്ചാ ആ കുട്ടിനെന്ന് പാല് കുടിപ്പിക്കണമെങ്കിൽ അമ്മായിയും മരോളും നാത്തൂനും ആശുപത്രിയിലുള്ള നഴ്സും ഡോക്ടറും ഒക്കെ പാടെ കൂടിയാൽ തന്നെ നല്ല പണിയാണ് പാല് ഒന്ന് കുടിച്ചു കിട്ടാൻ. ഒന്നും നിങ്ങൾക്കറിയില്ല. അല്ലാഹ് പറയാ, ഒന്നും നിങ്ങൾക്കറിയില്ല, ഒന്നും അറിയില്ല. സ്വാഭാവികമായിട്ടുള്ള കരച്ചിലല്ലാതെ മറ്റൊന്നും അതും അറിഞ്ഞിട്ടല്ല. അത് നാച്ചുറലായിട്ട് നടക്കുന്നത്. കരയണം, ജീവനുണ്ട് എന്ന് തെളിയിക്കുക മാത്രം. അല്ലാഹ് പറയാ, നിങ്ങൾക്ക് അല്ലാഹു തആല കേൾവി തന്നു, കാഴ്ച, അതാ ഇന്ദ്രിയങ്ങൾ. ഖലീലൻ മാ തശ്കുറൂൻ ലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ നന്ദി ചെയ്യാൻ, എന്തെങ്കിലുമൊക്കെ പടിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. അങ്ങനെയാണ് ഈ കുട്ടി ഓരോന്നോരോന്ന് പഠിച്ചുണ്ടാക്കുന്നത്. നടക്കാനും ഇരിക്കാനും സംസാരിക്കാനും ആശയം കൈമാറാനും ഒക്കെ കുട്ടികൾ ഇങ്ങനെ പഠിച്ചുണ്ടാക്കുന്നത്. അപ്പൊ ഒന്നും അറിയാത്തവനാണ് മനുഷ്യൻ. മനുഷ്യൻ അവന്റെ ഇന്ദ്രിയങ്ങളിലൂടെ നേടിയെടുക്കുകയാണ്. പക്ഷെ ഇന്ദ്രിയങ്ങളിലൂടെ നേടിയെടുക്കുന്ന അറിവിനെ അത് വിവേകശക്തിയോടെ കൈകാര്യം ചെയ്യണം എന്ന് അല്ലാഹ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ സിക്റിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാത്തിൽ ലിഉലുൽ അൽബാബ്. ഇന്ന് ശാസ്ത്രം പഞ്ചേന്ദ്രിയങ്ങളിൽ എണ്ണാത്ത ഒരു 6ാം ഇന്ദ്രിയം എന്ന് പറയുന്ന ഇന്ദ്രിയമാണ് മനുഷ്യന്റെ അഖ്ല്, ബുദ്ധി, ലുബ് എന്നൊക്കെ പറയാം. കാമ്പുള്ളവൻ, തലയിൽ അല്പം കാമ്പുള്ളവൻ. الذين يذكرون الله قياما وقعودا وعلى جنوبهم, അവർ ദിക്ർ ചൊല്ലും, അല്ലാഹുവിനെ എപ്പോഴും ഓർമ്മ ഉണ്ടാവും. അത് മാത്രമല്ല അല്ല പണി, ദിക്റിൽ കുത്തിരിക്കലല്ല. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ അവർ ചിന്തിക്കും. എന്നിട്ട് അവർ പടച്ച തമ്പുരാനെ കണ്ടെത്തും. അവർ പറയും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിന അദാബനാർ. പടച്ചോനെ, ഇതൊന്നും വെറുതെ നീ സൃഷ്ടിച്ചതല്ല, ഇതിലൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. ആകാശഭൂമിയുടെ സൃഷ്ടിപ്പ്, രാപ്പകലുകൾ മാറി മാറി വരുന്നു, ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നു, മനുഷ്യന് ജോലി ചെയ്യാൻ പറ്റുന്നു, അധ്വാനിക്കാൻ പറ്റുന്നു, മനുഷ്യന് ഒരുപാട് വിശ്രമങ്ങൾ ലഭിക്കുന്നു. എല്ലാം മനുഷ്യന്റെ ഒരു സൗകര്യത്തിനാണ്. കൃത്യമായി കാലാവസ്ഥകൾ ഉണ്ടാകുന്നു, ഗ്രഹണങ്ങൾ ഉണ്ടാകുന്നു, കാറ്റുണ്ടാകുന്നു, കൊടുങ്കാറ്റുണ്ടാകുന്നു, ഒരുപാട് പ്രകൃതി ക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. എല്ലാം റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില. ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈൽ വൻ നഹാർ.
വൽഫുൽക്കില്ലത്തി തജ്രി ഫിൽ ബഹർ ബിമാ യൻഫഉൻ നാസ്. കപ്പല്, കടലിലോടുന്ന കപ്പല്, ഇരുമ്പിന്റെ കപ്പല്. നമ്മളൊക്കെ അത് കണ്ടെത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അത് സിദ്ധാന്തങ്ങളാണ്. എന്തുകൊണ്ട് കപ്പല്, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കപ്പല് വെള്ളത്തിൽ താഴുന്നില്ല? അതിന്റെ സിദ്ധാന്തങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. താകുന്നില്ല. വൽഫുൽക്കില്ലത്തി തജ്രി ഫിൽ ബഹർ ബിമാ യൻഫഉൻ നാസ് വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാ. ആകാശത്ത് ഇറങ്ങിയ വെള്ളം, ഫഖറജ ബിഹി മിനസ് സമറാത്ത്, അതിൽ നിന്നുണ്ടാക്കിയ പഴങ്ങള്, സസ്യങ്ങള്, തസ്രീഫിർ റിയാഹ്, കാറ്റുകള്, വസ്സഹാബിൽ മുസഖർ ബൈനസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിക്കിടയിൽ കീഴ്പ്പെടുത്തപ്പെട്ട മേഘങ്ങള്. വിമാനയാത്ര പോകുമ്പോ ജനലിന്റെ അടുത്തിരുന്നിട്ട് ഒന്ന് പുറത്തേക്ക് നോക്കിയാൽ മതി. ഇതൊക്കെ ശരിക്കും ഈ ആയത്ത് ഇങ്ങോട്ട് പഠിയും. അൽ ബഖറയിലെ ആയത്താണ്. ഒന്ന് പുറത്തേക്ക് നോക്കിയാൽ മതി. ഹദബാത്ത് ഹവായിയ, അടക്ക വിമാനത്തില് അനൗൺസ്മെന്റ് വരും, എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടണം. നല്ല ഹമ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹമ്പൈ നമ്മൾ കണ്ട ഈ ഹമ്പല്ലേ എവിടെ? ആകാശത്ത്. സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുമ്പോ പറയുന്ന അനൗൺസ്മെന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടോളി. ഹദബാത്ത് ഹവായിയ, വായുവിന്റെ ഹമ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിമാനം ചിലപ്പോ ഒന്നാകെ താഴത്തേക്ക് പോരും, ചിലപ്പോ മേലേക്ക് പോകും. നല്ല കുലുക്കുണ്ടാവും, സൂക്ഷിച്ചിരിക്കണം. അവിടെ ഇവിടെയും തലമുട്ടും, അപകടം ഉണ്ടാവും. ഇതാണ് സൂചന. അതിലൊക്കെ ആയാത്തിൽ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പൊ ഒരു ബുദ്ധിയുള്ളവൻ പിന്നീട് പഠിച്ച് എല്ലാ കാര്യം പഠിക്കുന്നു. ഏത് തരത്തിലുള്ള ഇൽമിനെയും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. രണ്ട് പ്രവാചകന്മാരാണ്, സുലൈമാൻ അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് നബിയുടെ അറിവും ജോലിയും നമ്മൾ കഴിഞ്ഞ ആഴ്ചന്റെ മേലത്തെ ആഴ്ച പഠിച്ചു. അല്ലംനാഹു സനഅത ലബൂസിൻ ലക്കും ലിതുഹ്സിനകും മിൻ ബഅസികും. നല്ല എഞ്ചിനീയറിംഗ്, ഖദ്ദിറുഹു ഫിസ്സർദ്, കൃത്യമായ എഞ്ചിനീയറിംഗ് തിയറി കൃത്യമായിട്ട് ദാവൂദ് നബിക്ക് പഠിപ്പിച്ചു. അതൊരു ഭൗതിക വിജ്ഞാനമാണ്. സുലൈമാൻ നബിക്ക് വഅല്ലംനാഹു മന്തിഖത് ത്വയ്ർ, പക്ഷികളുടെ ഭാഷ പഠിപ്പിച്ചു. കാറ്റിനെ വാഹനമാക്കാൻ പഠിപ്പിച്ചു കൊടുത്തു എന്നൊക്കെ അല്ലാഹ് പറയുന്നുണ്ട്. ഖുർആനിൽ പറയാ, വലഖദ് ആതൈനാ സുലൈമാന വദാവൂദ ഇൽമാ. ഈ ഇൽമിനെ അല്ലാഹ് പുകഴ്ത്തി പറയാ, ദാവൂദ് നബിക്കും സുലൈമാൻ നബിക്കും ഞാൻ ഇൽമ് കൊടുത്തിട്ടുണ്ട്, അറിവ് കൊടുത്തിട്ടുണ്ട്. ആ അറിവ് ഏതാണ്? അത് ഭൗതികമായ അറിവാണ്. വഖാല, അവർ രണ്ടാളും ആ ഭൗതികമായ അറിവ് കിട്ടിയപ്പോ പറഞ്ഞത്, അൽഹംദുലില്ലാഹില്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളായ മറ്റു അടിമകൾക്കൊന്നുമില്ലാത്ത അതുപോലുള്ള ഒരു ഇൽമ് എനിക്ക് തന്നപ്പോ ഞങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് ഞങ്ങൾ അല്ലാഹുവിനെ സ്തുതിക്കുന്നു എന്നാണ്. അൽഹംദുലില്ലാ. ഏതൊരു അറിവ് കിട്ടിയാലും ആ ഇൽമു തന്ന പടച്ച തമ്പുരാനെ പുകഴ്ത്തണം എന്ന അറിവാണ് ഏറ്റവും വലിയ അറിവ്. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട അറിവ് അതാണ്. ആ അറിവിലൂടെ നേടിയെടുക്കുന്ന കൾച്ചർ അതാണ്. ഫഅലം, നീ അറിയണം. ഖുർആനിൽ പറയുന്നത് അറിവിന്റെ ആകത്തുക. ഫഅലം, നീ അറിയണം. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്നറിയണം. അറിവിന്റെ ആകത്തുക അതായിരിക്കണം. താൻ നേടിയ അറിവ് കൊണ്ട് ജീവിക്കണം, ദുനിയാവ് നേടണം, പ്രശസ്തി നേടണം, ഫേമസ് ആവണം എന്ന അറിവ്. അങ്ങനെ അറിവ് വെച്ച് നടത്തുന്ന ആളുകളെ അവഗണിക്കാനാണ് ഖുർആൻ പറയുന്നത്. ഫഅരിദ് അമ്മൻ തവല്ലാ അൻ ദിക്രിനാ. അറിവ് കിട്ടിയിട്ട് എന്നെ ഓർക്കാത്ത ആളുകളെ നീ അവഗണിക്കണം, അവഗണിച്ചു കളയണം. അവർ ശ്രദ്ധിക്കുക വേണ്ട, അവർ അവഗണിക്കണം. വലം യുരിദ് ഇല്ലൽ ഹയാത്തദ് ദുനിയാ. അവർക്ക് കിട്ടിയ അറിവ് കൊണ്ട് ദുനിയാവല്ലാതെ ഒന്നും അവർ ചിന്തിച്ചിട്ടില്ല. അവരുടെ ആകെ ദുനിയാവാണ് അവരുടെ ചിന്ത. ദാലിക മബ്ലഗുഹും മിനൽ ഇൽമ്. അവരുടെ സയൻസിന്റെ ഇൽമിന്റെ ആകത്തുക അത് മാത്രമായിരുന്നു. ദുനിയാവ് നേടണം എന്നതിന് വേണ്ടിയാണ് പഠിച്ചത്. ദുനിയാവാണ് കണ്ടെത്തിയത്. അറിവിനനുസരിച്ച് ഒരു കൾച്ചറിലേക്ക് പടച്ചതമ്പുരാനെ കണ്ടെത്താൻ തന്റെ എഞ്ചിനീയറിംഗോ തന്റെ ശാസ്ത്രബോധമോ ഒന്നും തന്നെ ഉണ്ടായില്ല എന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുട്ടികളെ എന്തും പഠിപ്പിക്കാം, വിരോധമല്ല, എന്തും പഠിപ്പിക്കാം. പക്ഷെ ആ പഠിക്കുന്നതിലൂടെ റബ്ബിനെ മറക്കുന്ന ഒരു അറിവിലേക്ക് എത്താൻ പാടില്ല. ഖുർആൻ ചോദിക്കില്ലേ, അഫലാ യൻദുറൂന ഇലൽ ഇബിലി
കൈഫ ഖുലിഖത്, നിങ്ങൾ ഒട്ടകത്തിന് നോക്കുന്നില്ലേ? എന്തൊരു ചോദ്യ, നിങ്ങൾ ഒട്ടകത്തിന് നോക്കുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഒരു കണ്ണാത്ത ആള് പറഞ്ഞത് ഒട്ടകത്തെ കാണാനാ പൂതി. കൈഫ ഖുലിഖത്. വൈലസ്സമാ, ആകാശത്തേക്ക് നോക്കുന്നില്ലേ? കൈഫ റുഫിഅത്, എങ്ങനെ ആകാശം ഉയർത്തി. വൈലൽ അർളി, ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ? കൈഫ സുത്തിഹത്, അതെങ്ങനെ പ്രവിശാലമാക്കി. ഭൂമി ഉരുണ്ടതാണ്, ഖുർആൻ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരു ഉരുണ്ട ഭൂമിയിൽ ജീവിക്കുന്ന യാതൊരു പ്രയാസവും നമ്മൾ അനുഭവിക്കുന്നില്ല. അതിന്റെ ആ ഗുരുത്വ ആകർഷണ ഫലം നമുക്കൊന്നും മനസ്സിലാണില്ല, ഒന്നും അറിയണില്ല. വൈലൽ അർളി കൈഫ സുത്തിഹത്, വൈലൽ ജിബാലി കൈഫ നുസിബത്, പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ? നമ്മളൊക്കെ പറയാറുണ്ട്, ആ ചോദിച്ചത് യഥാർത്ഥത്തിൽ നിങ്ങൾ സുവോളജി പഠിക്കണില്ലേ? കണ്ടോ, ഇബില് മൃഗശാസ്ത്രം, ജന്തുശാസ്ത്രങ്ങൾ, സുവോളജി പഠിക്കുന്നില്ലേ? നിങ്ങൾ ഫിസിക്സ് അല്ലെങ്കിൽ ആസ്ട്രോണമി, വൈലസ്സമ, ആകാശത്തെ കുറിച്ചുള്ള, നക്ഷത്രങ്ങളെ കുറിച്ചുള്ള, ഗോളങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ, ആസ്ട്രോണമി നിങ്ങൾ പഠിക്കണില്ലേ? വൈലൽ അർളി, നിങ്ങൾ ജോഗ്രഫി പഠിക്കുന്നില്ലേ? എർത്ത് സയൻസ് അല്ലെങ്കിൽ ജോഗ്രഫി നിങ്ങൾ പഠിക്കുന്നില്ലേ? വൈലൽ ജിബാൽ, നിങ്ങൾ ഒറോളജി, പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം നിങ്ങൾ നടത്തുന്നില്ലേ? എന്നൊക്കെ ആവാം. പക്ഷെ ഏത് പഠനം നടത്തിയാലും ആ പഠനത്തിന്റെ ഒരു യഥാർത്ഥ സത്ത പടച്ച തമ്പുരാനെ കുറിച്ച് ജീവിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക എന്നതിലേക്ക് എത്തണം. ചിലപ്പോൾ അത് കലാലയങ്ങളിലൂടെ കിട്ടൂല. ഞാൻ പറഞ്ഞില്ലേ, 4-1 കലാലയങ്ങളിൽ നിന്ന് കിട്ടുന്നുള്ളൂ. ഒരു മനുഷ്യനെ കത്തിയെടുത്ത് കുത്തിയാൽ ചോര വരും, അത് നമ്മൾ പഠിച്ചു. ആ ചോരയിൽ ഇന്ന ഘടകങ്ങളുണ്ട്, അതിൽ അയണും ഇരുമ്പും ഷുഗറും ഒക്കെ നമുക്കറിയാം. പക്ഷെ ഒരു മനുഷ്യന്റെ നേരക്ക് കത്തിയെടുത്ത് ഓങ്ങാൻ പാടില്ല എന്ന് ശാസ്ത്രം, സ്കൂള്, കലാലയങ്ങൾ നമ്മളെ പഠിപ്പിക്കണില്ല. ഇന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു വലിയ ലക്ഷ്യത്തിനാണ് കലാലയത്തിൽ കുട്ടികളെ കൊണ്ടുപോയി ആക്കുന്നത്. പക്ഷെ SLC വരെ പഠിച്ചൊരു മനുഷ്യന് തന്റെ സഹോദരനെ കുത്തിക്കൊല്ലാൻ പറ്റൂല. അത് റാഗിങ്ങിന്റെ പേരിലാണെങ്കിൽ എന്തിന്റെ പേരിലാണെങ്കിലും എന്നറിയാത്തൊരു ഇൽമ്, ഒരറിവ്, മാനുഷിക മൂല്യങ്ങളിലേക്ക് എത്താത്ത അറിവ്, അതെന്തറിവാണ്? ചിന്തിച്ചു നോക്കി. ഇതല്ലേ നടക്കുന്നത്? പണ്ടുണ്ടായിരുന്നു പ്രേമൊക്കെ, പഴയ കാലത്തുണ്ടായിരുന്നു. പക്ഷെ കാമുകിയെ തന്റെ ഇംഗിതത്തിന് വഴങ്ങിയിട്ടില്ലെങ്കിൽ, MDMA ഒക്കെ കൊടുത്തു നോക്കി വഴങ്ങിയിട്ടില്ലെങ്കിലും കുത്തിക്കൊല്ലണം എന്നതിലേക്കാണ് എത്തുന്നതെങ്കിൽ ആ പ്രേമത്തിന്റെ, സ്നേഹത്തിന്റെ അർത്ഥം എവിടെയാണ് കിടക്കുന്നത്? നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുമ്പോ നമുക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പൊ ആ പഠനം മതിയായിരുന്നു അത്യാവശ്യം മനുഷ്യന്മാരായിട്ട് ജീവിക്കാൻ. രവീന്ദ്രനാഥ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ മനുഷ്യനായി ജീവിക്കാൻ ഇന്ന് പഠിച്ചിട്ടില്ല. അന്തരീക്ഷത്തില് പക്ഷികളെ പോലെ പറക്കാൻ നീ പഠിച്ചു, അതിനുള്ള യന്ത്രങ്ങൾ ഉണ്ടാക്കി, ഡ്രോണുകൾ ഉണ്ടാക്കി, വലിയ വികാസമുണ്ട്. വെള്ളത്തില് മത്സ്യങ്ങളെ പോലെ അല്ലെങ്കിൽ അതിലേക്കാൾ സുന്ദരമായി വെള്ളത്തിലൂടെ നീന്താൻ നീ പഠിച്ചു, ഊളിയിട്ട് പോകാൻ പഠിച്ചു. പക്ഷെ ഭൂമിയിൽ ഒരു മനുഷ്യനായി നടക്കാൻ നീ പഠിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭൂമിയിൽ ഒരു മനുഷ്യനായി നടക്കാൻ, അതിനാണ് ഇൽമ്, അതിനാണ് അറിവ്. ഏത് സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർത്താലും ഒരു മനുഷ്യനായി ഭൂമിയിൽ നടക്കണം. മറ്റുള്ളവരൊക്കെ അവനിൽ നിന്ന് നിർഭയനാവണം. അവിടേക്ക് നമ്മൾ എത്തുന്നില്ല. നമ്മളൊക്കെ പഠിക്കുമ്പോ പണ്ടൊക്കെ ചില പാട്ടൊക്കെ ഉണ്ടായിരുന്നു നേരങ്ങത്തിലൊക്കെ. ഇപ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ട്. അസറുമുല്ലപ്പൂ, 4 മണിക്ക് വിരിയുന്ന പൂവിനോട് കവി ചോദിക്ക, നാണമില്ലേ കിടന്നുറങ്ങാൻ പകൽ നേരം ഇങ്ങനെ 4 മണി വരെ. ഒരു വലിയ ആശയം കുട്ടികളായ നമ്മൾ പഠിച്ചു. രാവിലെ മുതൽ വൈകുന്നേരം വരെ കടന്നുറങ്ങാനുള്ളതല്ല, അധ്വാനിക്കണം, ജോലി ചെയ്യണം, പഠിക്കണം, വെറുതെ കിടക്കരുത് 4 മണി വരെ. തോളത്ത് കനം തൂങ്ങും വണ്ടിതൻ തണ്ടും പേരി കാളകൾ മന്ദം ഇടഞ്ഞു നീങ്ങിടുന്നു. മറ്റൊരു വണ്ടിക്കാള ഒക്കെ നമ്മൾ പഠിച്ച കവിതകൾ അങ്ങ് ഓർമ്മ ഉണ്ടാവും. പണ്ടൊക്കെ മലയാളം പഠിക്കുമ്പോൾ മദ്രസയിലും അല്ലെ സ്കൂളിൽ നമ്മൾ പഠിച്ച കവിതകളാണ്. മറ്റൊരു വണ്ടിക്കാള മാനുഷാകാരം പൂണ്ടിട്ട് അറ്റത്തു വണ്ടിക്കൈയിൽ ഇരിപ്പു കൂനിക്കൂടി തോളുകൾ കുനിഞ്ഞിട്ടുണ്ട് അവനും സ്വജീവിത ഭാരങ്ങൾ തൽ ഖണ്ഡത്തിലേറിയ നുകമ്പേറി എന്ന് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ കാളവലിക്കുന്ന വണ്ടിക്കാളയിൽ ഇരിക്കുന്ന കാളവണ്ടി, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതെന്നെ അറിയില്ല. കാളവണ്ടി വലിക്കുന്ന ഒരുത്തിന് ആ കാളയുടെ ദേഹത്ത് ഇരിക്കുന്ന കാളവണ്ടിയുടെ ഭാരം പോലത്തെ ഒരു ജീവിത ഭാരം എന്ന് പറയുന്നത് അവൻ മുഖം വെച്ച് പേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത്
അത് ലളിതമല്ല, ചെറുതല്ല, സിമ്പിളല്ല, വെറുതെ കിട്ടുന്നതല്ല, വെറുതെ തൂങ്ങിച്ചാകാനുള്ളതല്ല, എന്തെങ്കിലും കേൾക്കുമ്പോക്ക് പരാജയപ്പെടാനുള്ളതല്ല, അത് വിജയം നേടാനുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഭാരം നീ പേറേണ്ടി വരും. ചെറുപ്പത്തിൽ പഠിപ്പിക്കുക. മറ്റുള്ളവരോടുള്ള കരുണ. ഞങ്ങൾ ചാകിലോ പിന്നെ പെറ്റു സന്തതിയുണ്ടാ, എങ്ങാനും പൊയ്ക്കൊള്ളുക അമ്മേ, നീ കൂടെ മരിക്കണ്ട. കാട്ടുതീയിലൊരു കുടുംബം പെട്ടപ്പോ കവി അതിനെ എഴുതിണ്ടാക്കിയിട്ട് ആ കുട്ടികള് രക്ഷപ്പെടാൻ വേണ്ടി ഒരു നിവൃത്തിയില്ലാതെ കത്തിക്കരിഞ്ഞു പോകുമ്പോ അമ്മപ്പക്ഷി ഇങ്ങനെ രക്ഷിക്കാൻ വേണ്ടി വന്നപ്പോ അമ്മപ്പക്ഷിയോട് കുട്ടികൾ പറയാ, നിങ്ങൾ പൊയ്ക്കോളി, ഞങ്ങൾ ചത്താലും നിങ്ങൾക്ക് വേറെ കുട്ടികളുണ്ടാവും, അമ്മേ നിങ്ങൾ മരിച്ചാൽ ഇവിടെ സമൂഹം നഷ്ടപ്പെടും. ഒരു വലിയ ഉൾക്കാഴ്ചകൾ ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഇന്നതൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് SSLC വരെ പഠിപ്പിച്ച കുട്ടികളെ കുത്തിക്കൊല്ലുന്നൊരു സംസ്കാരം ഉണ്ടായിത്തീരുന്നത്. കാനനച്ചായിൽ ആടുമേക്കാൻ ഞാനും വരട്ടെ നിന്റെ കൂടെ എന്ന് ചോദിച്ചപ്പോ പണ്ടത്തെ ആള് പറഞ്ഞു, പാടില്ല, പാടില്ല, നമ്മൾ നമ്മെ മറന്നിട്ടൊന്നും ചെയ്യാൻ പാടില്ല. പഠിപ്പിച്ചു കൊടുക്കാൻ. ഇന്ന് എന്താണ് നമ്മുടെ സോഷ്യൽ മീഡിയ? എന്ത് ദൗത്യമാണ്, എന്ത് ഉപകാരമാണ് നമുക്ക് നൽകുന്നത്? രാത്രിയില് ബെഡ്റൂമില് വാതിലടച്ച് വിളക്ക് കെടുത്തിയിട്ട് ചെയ്യണ കാര്യം പരസ്യമായി വിളിച്ച് പറയാൻ ഒരു നാണവുമില്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതല്ലേ ഇന്നത്തെ അവസ്ഥ? തുറന്നാൽ അതാണ്. നമ്മുടെ കുട്ടികളൊക്കെ ഇൻസ്റ്റാഗ്രാം, നമ്മൾ പറയാം നമുക്ക് കുട്ടികൾക്കൊക്കെ അതുണ്ട്, വേണ്ട സമയത്ത് ഡൗൺലോഡ് ചെയ്യാനും വേണ്ട സമയത്ത് ഡിലീറ്റ് ചെയ്യാനൊക്കെ അവർക്കറിയാം. ഇതാണ് നമ്മുടെ കുട്ടികൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കണം. മാത്രല്ല വീട്ടിൽ ആരുമില്ല, സ്വസ്ഥമായി വരാം. എനിക്ക് 28 വയസ്സായി, നിങ്ങൾക്ക് പെൺകുട്ടികളോട് സംസാരിക്കണോ? പുതിയതാണ് ട്രെൻഡ് സോഷ്യൽ മീഡിയയിൽ. നിങ്ങൾക്ക് പെൺകുട്ടികളോട് സംസാരിക്കണോ? ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തോളി, നിങ്ങൾക്ക് പെൺകുട്ടികളോട് സംസാരിക്കാം. ഏത് കുട്ടികളാ കുടുങ്ങി പോകാതിരിക്കുക? അപ്പൊ കുട്ടികൾക്ക് പടച്ചവനെ കണ്ടെത്തുന്നതിന് പകരം, ധാർമ്മിക മൂല്യങ്ങൾ കിട്ടുന്നതിന് പകരം വേറെ എന്തൊക്കെയോ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. പണ്ട് ലഭിച്ചിരുന്ന തത്വങ്ങളൊന്നുമില്ല. ചരിത്രങ്ങൾ പോലും വികലമാക്കിയിട്ടാണ് ഇന്ന് പാഠപുസ്തകങ്ങളിൽ പോലും പഠിപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അത് പഠിപ്പിക്കപ്പെടാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ടൊരൊറ്റ മാർഗ്ഗമുള്ളൂ, നമ്മുടെ കുട്ടികളെ ദൈവത്തെ കണ്ടെത്താനുള്ള പഠിപ്പിലേക്ക് കുട്ടികളെ എത്തിക്കണം. ഒരുപാട് ഇസ്ലാം പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും, വിശ്വാസികളെ അല്ലാഹു ഉയർത്തിക്കൊണ്ടുവരും. നിങ്ങൾക്ക് ഇസ്സത്തുണ്ടാകും അറിവ് പഠിച്ചാൽ. വല്ലദീന ഊത്തുൽ ഇൽം, അറിവ് കിട്ടിയവരെയും ദറജാത്തിൻ, ദറജകൾ ഉയർത്തുമെന്നാണ്. ആ അറിവ് കൊണ്ട് കൃത്യമായി ചിന്തിക്കാനും മനസ്സിലാക്കാനും പടച്ചവനെ കണ്ടെത്താനും ശ്രമിക്കണം. മാത്രമല്ല മനുഷ്യനായി നടക്കാനും പഠിക്കണം ഭൂമി ലോകത്ത് എന്നതാണ്. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈൽ സാജിദൻ വഖായിമ. അറിവ് പഠിച്ച ആള് നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കുമ്പോ, ജോഗ്രഫി പഠിക്കുമ്പോ, സുവോളജി പഠിക്കുമ്പോ, ആസ്ട്രോണമി പഠിക്കുമ്പോ ശരിക്കും അവൻ ഉണ്ടാവേണ്ടത് രാത്രിയിൽ ഒതുക്കത്തോടുകൂടി റബ്ബിന്റെ മുന്നിൽ ഒതുങ്ങി ഇബാദത്ത് ചെയ്യും എന്നാണ്. സാജിദൻ വഖായിമ, നിന്നിട്ടും സുജൂദ് കിടന്നിട്ടൊക്കെ അല്ലാഹനെ ആരാധിക്കും. യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബി, അവർ റബ്ബിന്റെ കാരുണ്യം ആഗ്രഹിക്കുന്നു, ആഖിറത്തിനെ അവൻ ആഗ്രഹിക്കുന്നു, അല്ലാഹന്റെ ശിക്ഷയെ അവൻ ഭയക്കുന്നു. അല്ലാഹു പറയാ, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ? അറിവുള്ളവൻ അവന്റെ സംസ്കാരമാണ്. ആലോചിച്ച് നോക്കൂ, ഡിഗ്രി പഠിച്ച് PG കഴിഞ്ഞിട്ട് ഒരു മനുഷ്യന് നേരെ ചൊവ്വേ മനുഷ്യൻ കാണാതെ ഒന്ന് മൂത്രയിക്കാൻ പോകാൻ അറിയില്ലെങ്കിൽ അവന്റെ അറിവ് എന്തറിവാ? ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണമെന്ന് അറിഞ്ഞില്ലെങ്കിൽ അവന്റെ അറിവ് എന്തറിവാ? തന്റെ വാപ്പാനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവന്റെ അറിവ് എന്തറിവാ? ഉമ്മാനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവന്റെ അറിവ് എന്തറിവാ? അപ്പൊ കുറെ പഠിച്ചു, വലിയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി, അതുകൊണ്ടൊന്നും ഒരു നേട്ടവും ലഭിക്കാൻ പോകുന്നില്ല. മറിച്ച് തന്റെ വിവരം കൊണ്ട്, തന്റെ വിദ്യാഭ്യാസം കൊണ്ട് പടച്ച തമ്പുരാനെ കണ്ടെത്തുന്ന ഒരു വിവരത്തിലേക്ക് നമ്മുടെ മക്കൾ എത്താൻ ശ്രമിക്കണം. എല്ലാറ്റിലെയും പരിശുദ്ധ ഖുർആൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഹദീസിൽ പറയുന്നുണ്ട്, അതിനു പറ്റിയ കലാലയങ്ങൾ നമ്മൾ തെരഞ്ഞെടുക്കണം.
ഒരു കുട്ടി തന്റെ വിജ്ഞാനം തേടിക്കൊണ്ട് മൻ സലക ത്വരീഖൻ യത്ലുബു ഫീഹി ഇൽമൻ, ഇൽമ അന്വേഷിച്ചുകൊണ്ട് ഒരു കുട്ടി ഒരു വഴിയിൽ പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗ്ഗത്തിലേക്ക് ഒരു മാർഗം എളുപ്പമാക്കി കൊടുക്കുമെന്ന്. കാരണം അറിവുള്ളവനും അറിവില്ലാത്തവനും സമമല്ല. അറിവുള്ളവന് മാത്രമേ സ്വർഗം കണ്ടെത്താൻ കഴിയൂ, ആ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയൂ എന്നതാണ് പറയുന്നത്. മാത്രല്ല, ലോകത്തുള്ള എല്ലാവരും നല്ലത് പഠിപ്പിക്കുന്ന ആൾക്ക് വേണ്ടി ലോകത്തുള്ള എല്ലാ വസ്തുക്കളും പൊറുക്കല്ലത്തോടും സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ വരെ, സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ വരെ അറിവ് പഠിക്കുന്ന ആൾക്ക്, അറിവുള്ള ആൾക്ക് പൊറുക്കല്ല തേടുമെന്ന്. ഏത് അറിവ് പഠിച്ചാലും, ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് അറിവും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നൽകാം. പക്ഷേ ആ അറിവ് കൊണ്ട് നമ്മുടെ കുട്ടികൾ എത്തേണ്ടത് പടച്ചതമ്പുരാനെ കണ്ടെത്താൻ, മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന അറിവുകൾ നമ്മുടെ കുട്ടിക്ക് നൽകണം. അവൻ എഞ്ചിനീയർ ആവട്ടെ, ഡോക്ടർ ആവട്ടെ. ആലോചിക്കൂ, ഡോക്ടറായി ഒരു സാധു രോഗി വന്നിട്ട് എന്റെ അടുത്ത് 50 റുപ്യ ഫീസ് തരാല്ല 40 ഉള്ളൂ എന്ന് പറയുമ്പോ 10 റുപ്യ ഇല്ലാത്തതിന്റെ പേരിൽ അവനെ ആക്ഷേപിക്കുന്ന ഒരു ഡോക്ടറാണെങ്കിൽ അവന്റെ ഡോക്ടർ പഠിച്ചിട്ട് അവൻ എന്ത് കാര്യ? എഞ്ചിനീയർ പഠിച്ചു, കൈക്കൂലി വാങ്ങി കൃത്രിമം കാണിക്കാനോ പഠിച്ചതെങ്കിൽ അവന്റെ എഞ്ചിനീയറിംഗ് കൊണ്ട് എന്ത് കാര്യ? ഒന്നുകൊണ്ടും കാര്യമില്ല. അപ്പൊ മനുഷ്യനെ മനുഷ്യനായി കാണാൻ, മറ്റുള്ളവരോടൊരു സഹതാപം തോന്നാൻ, സിമ്പതിയും എമ്പതിയും അവനുണ്ടാവാൻ, അതിനുതകുന്ന ഇൽമു മാത്രമേ അവൻ പഠിക്കാൻ പാടുള്ളൂ. അത് പഠിക്കണം. ആ മൂല്യങ്ങൾ എവിടെ കിട്ടുന്നുവോ അവിടെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിനാണ് കുട്ടികളെ നമ്മൾ നയിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാനരെ, ഞാൻ ഓതിയ ആയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. സൂറത്ത് തൗബയിലെ 122-ാമത്തെ വചനം. അതില് പഴയ കാലത്ത് ഇസ്ലാമികമായിട്ടുള്ള യുദ്ധങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടെന്ന് ആളുകളൊക്കെ. യുദ്ധം എന്ന് കേട്ടാൽ ഒക്കെ മറന്ന് അവരതിന് പോകും. ആ സമയത്ത് ഇറങ്ങിയവരായത്താൻ ഒമാക്കാനൽ മുഅ്മിനൂന ലിയൻഫിറൂ കാഫ, മുഅ്മിനീങ്ങൾ അങ്ങനെ ഒറ്റക്കെട്ടായി ഒന്നിച്ച് യുദ്ധത്തിന് പോകാൻ പാടില്ല. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫ, അതിന് ഒരു വിഭാഗം പോകട്ടെ യുദ്ധത്തിന് എന്നാണ്. ഒരു വിഭാഗം എന്ത് ചെയ്യണം? ഒരു ഭാഗത്ത് ഇരിക്കണം. എന്തിന്? ലിയതഫഖഹു ഫിദ്ദീൻ, ദീനിയായ അറിവ് പഠിക്കാൻ. എന്നിട്ടോ വയുൻദിറൂ ഖൗമഹും, അവരുടെ ഖൗമിന് നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഇദാ റജഉ ഇലൈഹിം, അവർ യുദ്ധമൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നാൽ ലഅല്ലഹും യഹ്ദറൂൻ, അവർ പിന്നീട് സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആയത്താണ്. എല്ലാം നമുക്ക് പഠിക്കാം, ഏത് കോഴ്സുകൾക്കും നമ്മുടെ കുട്ടികളെ ചേർക്കാം. പക്ഷെ ഒരു വിഭാഗം എപ്പോഴും മതം പഠിക്കാനുണ്ടാവണം എന്നാണ്. ലിയതഫഖഹു ഫിദ്ദീൻ, ദീനിൽ വിവരം നേടാൻ. മൊത്തത്തിൽ ദീനിന്റെ വിവരം എല്ലാവർക്കും അറിയണം എന്നാണ്. അപ്പൊ മൊത്തത്തിലുള്ള ദീനിന്റെ വിവരം അല്ല പറഞ്ഞു. ഇസ്ലാമിലെ കാഴ്ചപ്പാട് ഒരാൾക്ക് പ്രകൃതി പിന്നെ പ്രത്യേകമായിട്ടുള്ള ബേസിക്കലി ആയിട്ടുള്ള നോളജ് എല്ലാവർക്കും നിർബന്ധം. ഫർള് ഐനാണ്. എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോമ്പ് നോൽക്കണം, എങ്ങനെ ഒതുക്കണം, ഒന്ന് മുറിഞ്ഞാൽ എന്ത് ചെയ്യണം. അത് ചോദിക്കും ഇന്നത്തെ കുട്ടികളുടെ സ്ഥിതി. നിങ്ങളൊരു ഐഫോൺ കൊടുത്തു നോക്കി, കുട്ടികൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ഐഫോൺ എന്നുണ്ട് ഇറങ്ങിയത് കൊടുത്തു നോക്കുകയാണെങ്കിൽ ആ കുട്ടികളൊക്കെ പഠിപ്പിച്ചു തരും നമുക്ക്. ഓനോട് ചോദിച്ചു നിസ്കാരത്തിൽ ഒന്ന് മുറിഞ്ഞാൽ എന്താ കാട്ടുകുട്ടിയെ അറിയില്ല. ഒളുവിന്റെ സുന്നത്തും ഫർളും ഓനക്കറിയില്ല. മയ്യത്ത് നിസ്കാരം നമുക്കൊക്കെ ഇനി കിട്ടാൻ ബാക്കിയതുള്ളൂ. ഒരു മയ്യത്ത് അതിലും കൂടി പറ്റിയ ഒന്നില്ലെങ്കിലുള്ള സ്ഥിതി എന്താ? അതിനും കൂടി ഉള്ള ആളില്ലെങ്കിൽ അപ്പോ മയ്യത്ത് നിസ്കാരം അറിയോ? മയ്യത്ത് നിസ്കാരം എത്ര റക്അത്താ അല്ലെങ്കിൽ തക്ബീറ ചോദിച്ചു നോക്കി, അതൊന്നും അറിയില്ല. ഒരു ആൻഡ്രോയിഡ് ഫോണോ ഒരു ഐഫോണോ കിട്ടിയ എല്ലാം കൃത്യമായിട്ട് നമ്മൾ പറയും ഓൻ അതിൽ അറിയാത്തതൊന്നുമില്ല. ഇപ്പോഴത്തെ കുട്ടികളെ നമ്മൾ പൊട്ടന്മാരായ കുട്ടികളെ മുമ്പിൽ നമ്മൾ പഠിക്കണം, ഇല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിലോ ഇങ്ങനെ തന്നെ ഉണ്ടാവുക, അവര് നമ്മൾ ഓവർടേക്ക് ചെയ്യും. അപ്പൊ അവർക്ക് അതൊക്കെ അറിയാം, പക്ഷെ ദീനിന്റെ ABCD പോലും അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ എല്ലാരും പഠിക്കണം എന്നാ പറയണം. മാത്രല്ല മതത്തിന്റെ കാര്യത്തിൽ അവഗാഹം നേടാൻ, മതപരമായി കൃത്യമായ വിജ്ഞാനം നേടാൻ ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവണം എന്നാ. എല്ലാരും കൂടി അങ്ങനെ യുദ്ധത്തിന് പോകാൻ പാടില്ല.
കാരണം കുറച്ചെങ്കിലും ആളുകളുടെ ജീവിക്കാൻ മതബോധവും മതവിജ്ഞാനവും ഇവിടെ നഷ്ടപ്പെട്ടാൽ, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പണ്ഡിതന്മാരും മരിച്ചാൽ ഉണ്ടാകുന്ന ഒരവസ്ഥ. നമ്മുടെ ബഹുമാന്യനായ എം മദനി മരണപ്പെട്ടപ്പോ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ചു. അപ്പൊ ആരും ഇതിനില്ല. മതപരമായ നേതൃത്വങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടാൽ അത് വലിയ പരാജയമായിരിക്കും. അതുകൊണ്ടാണ് അവരിൽ മതത്തിന് വേണ്ടി മാത്രം അവരൊരുങ്ങിയിരിക്കണം. മതം മാത്രം പഠിക്കാൻ കുറച്ച് ആളുകൾ ഉണ്ടാവണം. അപ്പൊ നല്ല വിവരവും ബുദ്ധിയും വിവേകവും ഒക്കെ ഉള്ള നല്ല കുട്ടികളെ മതം പഠിപ്പിക്കുന്ന പാഠശാലകളിൽ കൂടി ചേർക്കല് നമ്മുടെ ആവശ്യമാണ്. എന്തും നമുക്ക് പഠിക്കാം. നമുക്ക് ഖുർആൻ പറയുന്നുണ്ട്, നമ്മളൊക്കെ ഉമ്മീകളാണ്. അപ്പൊ ഖുർആനിന്റെ ഒരു സാക്ഷരതയിലേക്ക് മനുഷ്യൻ എത്തണമെങ്കിൽ ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനിയ, അൽ കിതാബിലുള്ള, ഖുർആനിലുള്ള, ശരീഅത്തിലുള്ള, ഹദീസിലുള്ള കൃത്യമായ ജ്ഞാനവും ബോധവും പഠിക്കുമ്പോഴാണ് റബ്ബിന്റെ അടുത്ത് നമ്മൾ സാക്ഷരരായി മാറുന്നത്. അപ്പൊ അതിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടാവണം. നമുക്കറിയാം, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നല്ല ഖത്തീബിനെ വേണം, നമുക്ക് നല്ല ഇമാമിനെ വേണം, നമുക്ക് നല്ല മതപണ്ഡിതന്മാരെ വേണം. എല്ലാവരുടെയും ആവശ്യം അതാണ്. പക്ഷെ നമ്മൾ ആരും ഇതിന് തയ്യാറായിട്ടില്ലെങ്കിലോ നമ്മളെല്ലാവരും കുറ്റക്കാരാവും. ഇല്ലെങ്കിൽ ഫർള് കിഫായ, ആരെങ്കിലൊക്കെ അതിന് തയ്യാറായാൽ നമ്മളെല്ലാവരും രക്ഷപ്പെടുമെന്നാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.